നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എന്താ? എക്സ്പ്ലോറിംഗ് ദ ഫുഡ് വിത്ത് എൽദോ. ഓരോ ദിവസം എന്താണ് പരിപാടി അതിനനുസരിച്ച് പോഡ്കാസ്റ്റിന്റെ പേര് പറഞ്ഞു കേട്ടോ. അങ്ങനെ പറയരുത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ. വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്നും ഒരു യാത്രയുടെ ഭാഗമായി നമ്മൾ പുറത്തേട്ട് പോവുകയാണ് ഗൈസ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു സാധനം ഡ്രോപ്പ് ഓഫ് ചെയ്യാനോടത്ത് പോയി പോലീസിനെ അടിച്ചിട്ടില്ലേ, അവിടെ അവനെ പിക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ പോകാം. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല. നമ്മുടെ ടോപ്പിക് എന്താണ്? പോഡ്കാസ്റ്റ്. വീണ്ടും മറ്റൊരു പോഡ്കാസ്റ്റായിട്ട് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ചില്ലിംഗ് വിത്ത് എൽദോ. മോനെ മഴക്കോളുണ്ട്, നല്ല മഴക്കോൾ, നല്ല ഇരുണ്ട് കിടക്കാം. ഇരുണ്ട് കിടക്കുന്നു. കണ്ണാടി മാറ്റടി. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നു? അത്ര മഴക്കോളൊന്നുമില്ല. ഇരുട്ടത്ത് പോലും കണ്ണാടി വെച്ച് നടക്കുന്ന ടീമോ. എന്താ വേണ്ടേന്ന് പറയോ? സ്റ്റീപ്പ് ടീ ഡബിൾ നിനക്ക് എന്താ ഡബിൾ. വേണ്ടേ? Hi there, can I get 2 medium steep tea double? A few moments later. ഈ ടിം എന്ന് പേരുള്ളവന്മാരൊക്കെ പറ്റിയത് കൊണ്ടിറങ്ങിയിരിക്കുന്ന മരം. ടിം കുക്ക്. പാലനം വേണ്ട, അകുണപതികാരം വേണ്ട, ഉപദേശങ്ങൾ പണ്ടേ സ്വീകരിക്കില്ല, ശരമയ്യേണ്ട. ശരിയാണല്ലോ. ഓക്കേ ബൈ. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ ഓക്കെ. തിന്നോണ്ടും വീഡിയോ ചെയ്തോണ്ടും പോകാൻ പറ്റുന്നതാ. തിന്നിട്ടും നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വീഡിയോ ചെയ്യാം. അത് ഓക്കേ ബൈ ബൈ. ബായോ. പിന്നെ കാണാം. ഓക്കേ, ക്ലോസ് ചെയ്തോ. A few moments later. ഹലോ ഗൈസ്, സോ വെൽക്കം ബാക്ക് അഗൈൻ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വണ്ടി ഇടിച്ചിടും. നിങ്ങൾ കണ്ടോ, ഭയങ്കര സാധനമാണ്. ഭക്ഷണം വിഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാന്താണ് ഒരാൾക്ക്. കഴിഞ്ഞാൽ പ്രാന്ത്. പിന്നെ കണ്ട് എത്ര നേരം നമുക്ക് ഇവിടെ ഒന്നും കിട്ടാത്ത എന്ത് ചെയ്യാൻ പറ്റും? 45 മിനിറ്റ് വെയിറ്റ് ചെയ്യുമേ തിന്നാൻ. 45 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. നല്ല ഫുഡ് കിട്ടണമെങ്കിൽ വെയിറ്റ് ചെയ്യണം. വണ്ടി ലോക്ക് ചെയ്തോ. തണുക്കണേ. നമ്മളിപ്പോ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ പോയി, പക്ഷെ അവിടെ പാർക്ക് നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ല. അപ്പോൾ പിന്നെ തൊട്ടടുത്തുള്ള വേറൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. സോ അകത്ത് കയറിയിട്ട് ബാക്കി വിശേഷം. ഇതാണ് ഇതിൻ്റെ പേരെന്നാണ് സ്പെഷ്യൽ ദം ബിരിയാണി. ഇവിടുത്തെ സ്പെഷ്യൽ ചാർമിനാർ ചിക്കൻ ദം ബിരിയാണിയാണ് ഇവിടുത്തെ. ക്വാണ്ടിറ്റി അത്യാവശ്യം വലിയ ക്വാണ്ടിറ്റിയാണ്. 4 പേർക്ക് എന്നാന്ന് പറഞ്ഞത്. 4 പേർക്ക് പറ്റുമോ? 4 പേർക്കുണ്ട്. ഓക്കെ, ഇത് നോക്കാം. ചായം പറഞ്ഞു ഒരു പ്രത്യേക നോർമൽ. ഒരു ഡിഫറെന്റ് ബിരിയാണി. രണ്ട് ടിഷ്യൂ കൂടെ കുത്തി കയറ്റുന്നേ. ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഓക്കെ ഫുഡ്. പക്ഷെ അതിനകത്ത് ചിക്കൻ പറ്റൈസോ, അതായത് ചിക്കൻ 555 ട്രിപ്പിൾ ഫൈവ് ചിക്കൻ നല്ലതായിരുന്നു. ചിക്കൻ ലോലിപോപ്പ് കൊള്ളാമായിരുന്നു. കൊള്ളാമായിരുന്നു. പിന്നെ ക്വാണ്ടിറ്റി ഇഷ്ടംപോലെ ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അവളുടെ മസാല ദോശ, മൈസൂരി മസാല ദോശ A few moments later. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വയറൊക്കെ നിറഞ്ഞിട്ട് ഇങ്ങനെ പുറത്തിട്ട് വന്നതാണ്. ഓക്കെ ഫുഡ് നോട്ട് വാവ് ബട്ട് ഓക്കെ. അതെ നിങ്ങൾ എനിക്കത് ഓക്കെ ആയിരുന്നു. മറ്റേ എന്താ ചിക്കൻ 555 ലോലിപോപ്പ് ചിക്കനും നല്ലതായിരുന്നു. ബിരിയാണി ഓക്കെ, അതായത് ബിരിയാണി ഓക്കെ ആയിരുന്നു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒരു ബിരിയാണി മേടിച്ച് 4 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന ബിരിയാണി ആയിരുന്നു.
മുല്ലപ്പൂച്ചെ